ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ചാത്തങ്കിരി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം അവിടെ ഉത്സവം നടക്കുവാണ്, ശിവരാത്രി മഹോത്സവം. അപ്പം നമുക്ക് പോയാലോ? ഞങ്ങൾ പോകുന്ന ഇന്ന് നേരായ വഴി കൂടെ അല്ല, ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ അതുവഴി ഒരു വഴിയുണ്ട്, അതൊരു ഷോർട്ട് കട്ടായിട്ട് കയറി കണ്ട ഗൈസ്. ഒരു കാട്ടിലൂടെ നടക്കുന്ന ഫീലിങ്സാണ് ഇവിടെ കൂടെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കുറേ കാഴ്ചകളുണ്ട് ഗൈസ്. സൈഡ് കപ്പയാണ് കേട്ടോ, കപ്പ കൃഷിയാണ്. സൈഡുകളിലൊക്കെ വീടുണ്ട് ഗൈസ്, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, കപ്പ കൃഷിയാണ്. നമുക്കൊരു കാട്ടിനകത്തോട് നടക്കുന്നതുകൊണ്ട് തന്നെ തോന്നും. ഈ വയൽ മഞ്ഞത്തുള്ളികളൊക്കെ ഈ നെല്ലയിൽ ഇങ്ങനെ തുള്ളിത്തുള്ളിയായി കിടപ്പുന്നത് ഇങ്ങനെ വീട്ടിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുമാതിരി നല്ലൊരു ഭംഗിയാണ് അത് നേരിട്ട് കാണുമ്പോഴത്തേനും. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ റോഡാണ് ഗൈസ്. ചെറിയ വഴിയാണ്, കുഞ്ഞു വഴിയാണ്, കണ്ടാൽ മനസ്സിലാവും ചെറിയ ഒരു വഴിയാണ്. തെങ്ങിൻ തോപ്പാണ് ഗൈസ്. ഇത് ഒരു വലിയ തെങ്ങിൻ തോപ്പാണ്, മൊത്തം തെങ്ങാണ്. കുറേ കുഞ്ഞു തെങ്ങ്, കുറേ വലിയ തെങ്ങ്, അതിന് നടുക്കൂടെ ചെറിയ വഴി. കണ്ടോ ഗൈസ്, ചെറിയ വഴിയാണ്, കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ചെറിയൊരു കുഞ്ഞു വഴികളാണ്. കുറേ തെങ്ങുണ്ട് ഗൈസ് ഇവിടെ. തെങ്ങിൻ തോപ്പ, വലിയ തെങ്ങിൻ തോപ്പ കേട്ടോ. നമ്മൾ നടന്ന് 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 പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നടന്ന് 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 ഒരു ചെറിയ ചാല്, വയലിൻ്റെ നടുക്കത്തുള്ളൊരു ചാലിക്കൂടെയാണ് നമ്മൾ വന്നത്. ആ വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. ഞാൻ നടന്നിരിക്കുവാണ് ഗൈസ്. കണ്ട് നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ. ഇവിടെ കണ്ടൊരു പട്ടിക്കുഞ്ഞുണ്ട് ഗൈസ്, കാണുന്നില്ല ഗൈസ്. ഇല്ല ഗൈസ്, അമ്മ അത് കാണിച്ചില്ല. കണ്ടോ, നല്ല ഭംഗി. ഈ സൈഡ് മൊത്തം ഒരുമാതിരി കണ്ടം, അപ്പുറത്തെ സൈഡ് വയലാണ് ഗൈസ്. നല്ല സീനറിയാണ്. രാവിലെ ഒരു 6:30 പോയിക്കാൻ നല്ല കോടൽ മഞ്ഞ് പിടിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ കണ്ടോ, അതിൻ്റെ അപ്പുറം എല്ലാം വയലാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന തെങ്ങെല്ലാം എങ്ങനെയാട്ടെന്ന് വെച്ചാൽ, സംഭവം എന്ന് വെച്ചാൽ, ഈ കണ്ടത്തിലെ മണ്ണില്ലേ, കൂന കൂട്ടി 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 കുറേ ആയി കഴിയുമ്പോഴത്തേനും തെങ്ങ് വെക്കുന്നതാണ് ഗൈസ്. ഞങ്ങളിവിടെ ഇതിന് പറയുന്നത് ചെറാന്ന് കേട്ടോ. ഇതും വലിയൊരു തെങ്ങിൻ തോപ്പാണ്. അവിടെ മുളകൊക്കെ നിൽപ്പുണ്ട് ഗൈസ്, കണ്ടോ. ഇത് പണ്ടത്തെ വീടുകളൊക്കെ കേട്ടോ. ഇവിടെ കുറേ വീടുണ്ട് ഇങ്ങനെ പണ്ടത്തേത് പൊളിഞ്ഞൊക്കെ കിടക്കുന്നത്. ഇതൊരു ചെറിയ ഷോർട്ട് കട്ടാണ്. ഇതുവഴി നേരെ പോയാൽ നമ്മുടെ വേറെ വഴി ചെന്ന് ചാടും. അങ്ങോട്ടെല്ലാം ആൾത്താമസമുള്ള വീടാണ് ഗൈസ്. നമ്മളിപ്പോൾ വേറെ റോഡിൽ ചെന്ന് കയറി. ഇനി ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ സൈഡിലേക്ക്. ഇത് മൊത്തം ഒരു കൊള്ളാത്ത റോഡാണ് ഗൈസ്. ഇപ്പം നമ്മൾ പാടത്തിന് നടുക്കിൽ കൂടെയാണ് പോകുന്നത്. കണ്ടോ ഗൈസ്, അമ്പാടിയും കേശുവും രശ്മിയമ്മയും എല്ലാം നേരത്തെ പോയി. ഞങ്ങൾ ഇച്ചിരി ബാക്കിലായിരുന്നു. അവർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, അതുകൊണ്ട് അമ്പാടിയും കേശു അവിടെ നിൽക്കുന്നതാണ്. അമ്പാടി പിങ്ക് ഉടുപ്പും കേശു ബ്ലൂ ഉടുപ്പും. ബ്ലൂ അല്ല, ചെറിയ ബ്ലൂ കളർ. ഞാനിപ്പോൾ താഴേക്ക് ചാടിച്ചെടുക്കുക ഗൈസ്. കണ്ടോ, രശ്മിയമ്മ അത് വരുന്നുണ്ട്, പിങ്ക് കളർ ഉടുപ്പൊക്കെ ഇട്ട്. കണ്ടോ ഗൈസ്, മൊത്തം ഒരുമാതിരി പൊളിഞ്ഞു പോയി. കുറേ നാളായിട്ടോ ഇതിലൂടെയൊക്കെ. അപ്പുറത്തോടും വരാം, പക്ഷെ ഞങ്ങൾ ഇതുവരെ ചാടിയതാണ്. അവർ അങ്ങെത്തിയുണ്ട്. നടന്ന് ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഗൈസ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഒരു ചെറിയ പലകയുണ്ട് ഗൈസ്. നമ്മുടെ രശ്മിയമ്മ കണ്ടോ ഗൈസ്, അത് പേടിയായാലും അവിടുന്ന് ചാടുക ചെയ്യുന്നത്. അത് ഇവിടെ പോകാൻ പേടിയായുണ്ട്. രശ്മിയമ്മ ചാടുക ഗൈസ് ചെയ്യുന്നത്. കണ്ടോ, ചാടുക കണ്ടോ. ഞാൻ ആ പലകയിൽ കൂടെ സിമ്പിളായിട്ട് നടന്നു പോയി. ഇനി അമ്മയാണ് ഗൈസ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി എന്നാലും വന്ന്. ഇനിയും ചെറിയൊരു വരമ്പേ കൂടെ നമ്മൾ നടക്കുവാണ് ഗൈസ്. ഇപ്പം നമ്മൾ കയറി വന്നില്ല ഒരു പലയിൽ കൂടെ. സത്യം പറഞ്ഞാൽ ഈ സൈഡ് മൊത്തം കുളമാണ് ഗൈസ്. പുല്ലും പായലും ഒക്കെ കയറി ഇതായതാണ്. ഞങ്ങളിവിടെ പോളാന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, മൊത്തം കാക്കപ്പോളെന്നാണ്. ഈ പോളെ പറഞ്ഞ കാക്കപ്പോളെന്നാണ്. നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഞാൻ നേരത്തെ എങ്ങനെ അമ്മ അതൊക്കെ കാണിച്ച് പെതിയെ വരുമായിരുന്നു. ഞാൻ ചാടിച്ചാടി വരുന്നു.
കണ്ടൊരു എന്തോ ഒരു മരം ചാൻ അങ്ങോട്ട് കിടപ്പുണ്ട്. വലിയ നീളത്തിലുള്ള കുളമാണ് ഗൈസ്, മൊത്തം അഴുക്കായി പോയതാണ്. അപ്പം ഗൈസ് ഇനി നമ്മൾ പോകാൻ പോകുന്ന വഴി എന്ന് പറയുന്നൊരു ചെറിയ വഴിയാണ്. മൊത്തം തടിച്ച വേരിൽ പൊങ്ങിക്കിടക്കുവാണ്. കണ്ടോ ഗൈസ്, മൊത്തം വേരാ കണ്ടോ. നേരത്തെ ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ നടക്കാറില്ല. മൊത്തം വലിയ വലിയ വേരാണ് കേട്ടോ, മണ്ണൊലിച്ചു പോയതാന്ന് തോന്നുന്നു ഇങ്ങനെ വേര് പൊങ്ങിക്കാണാനായിട്ട്. കണ്ടോ വലിയ തടിച്ച വേരുകൾ, തട്ടി വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിണറ്റിൽ ചെന്ന് കിടക്കും. ഞങ്ങളുടെ നോർമൽ വഴി കൂടെ പോയാൽ കുറേ നടക്കണം കഴിച്ചു, ഇതൊരു വന്നാൽ കുറച്ച് നടക്കാനേ ഉള്ളൂ. കണ്ടോ അമ്മ സ്പീഡിൽ പോവാണ്, ഞാൻ പെരിയെ പോകുന്നുണ്ട്. നേരെ പോയി ഇത് ഞങ്ങളുടെ SNDP എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം അല്ലേ, ഓഡിറ്റോറിയമാണ് ഗൈസ്. അമ്മ നടക്കുവാണ് ഗൈസ്. ഗൈസ് ഒരു സൈഡ് സ്കൂളും ഒരു സൈഡ് ചെറിയ വഴിയുമാണ്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ ഇപ്പുറത്തെ മൊത്തം വീടുകളാണ്, അതിൻ്റെ ഇപ്പുറത്തെ സ്കൂളാണ് ഗൈസ്. കണ്ടോ ഗൈസ്, സ്കൂളിൻ്റെ ഏരിയാസാണ് ഇത് മൊത്തം. അതാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം. നല്ല രസമാണ് ഈ വഴി കൂടെ ഒക്കെ വരാൻ ഗൈസ്. അങ്ങനെ അമ്പലം എത്താറായിട്ടുണ്ട്. കണ്ടോ മൊത്തം വീടുകളാണ്, ഇവിടെ അടുത്തടുത്തായിട്ടോ വീടുകൾ ഗൈസ്. ഇത് സ്കൂൾ ഗ്രൗണ്ട് ആട്ടോ, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ഗ്രൗണ്ടാണ്. ഇത് സ്കൂളിൻ്റെ ഒരു ഭാഗം. ഇനി നമ്മൾ മെയിൻ റോഡിലേക്കാണ് കയറാൻ പോകുന്നത്, നീരേറ്റുപുറത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഈ സൈഡ് സ്കൂൾ ഗ്രൗണ്ട് ആട്ടോ ഗൈസ്. ഞങ്ങളുടെ അമ്പലം എത്താറായിട്ടുണ്ട്, നമ്മൾ അമ്പലമൊക്കെ എത്താറായിട്ടുണ്ട്. അമ്പാടിയും കേശു ഓടുക ഗൈസ്, അവർ ഭയങ്കര സ്പീഡിൽ പോവാണ്, ഞാൻ പെരിയെ പോവാണ് ഗൈസ്. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അമ്പലം എത്താറായി, നിറച്ച് ലൈറ്റ്സും ഭയങ്കര രസമാണ് ഗൈസ്. അമ്പലം നിറച്ച് രാത്രി ഒന്നും കണ്ടു നോക്കണം ഗൈസ്. ചിലപ്പോൾ ഞങ്ങൾ രാത്രി ഗാനമേള കാണാൻ പോകും ഗൈസ്, നാടൻ പാട്ട് ഗാനമേള, നാടൻ പാട്ട്. നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ശിവരാത്രി മഹോത്സവം, ഒരു വലിയ താലപ്പൊലി, പിന്നെ വരുന്ന കൊടിയേറ്റം എല്ലാം ഉണ്ട്. ഇത് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്, ശിവൻ്റെയും പാർവതിയും പാതിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനലൊന്ന് സബ്ബും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ക്ഷേത്രത്തിലെത്തി. ബൈ ബൈ ഗൈസ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഞാൻ പറഞ്ഞ സ്കൂളില്ലേ, ആ സ്കൂളും അമ്പലവും അടുത്തടുത്താണ്. സ്കൂളിൻ്റെ അമ്പലത്തിൻ്റെയും വഴി ഒരേപോലെയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. ബൈ ബൈ.